നമസ്കാരം. ഇന്നത്തെ മിന്നും താരത്തിലെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി താരമാണ്. അടിപൊളി താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയുടെ രാജക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ കേരളക്കരയാകെ അമ്മമാരുടെ മനസ്സിൽ സ്നേഹവും വാത്സല്യവും ഒക്കെ നിറച്ചുകൊണ്ട് കുടുംബവിളക്ക് എന്ന സീരിയലിൽ പ്രതീഷ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ നൂബിൻ ജോണിയാണ്. നൂബിൻ, നമസ്കാരം. നൂബിൻ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വാർത്തകൾ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കൊറോണയുടെയൊക്കെ സമയമായതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നൂബിനെ ഇവിടെ കിട്ടാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യം. മിന്നും താരത്തിൽ കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ താങ്കളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എത്തിയതിൽ വളരെ സന്തോഷം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചങ്ങ് പോകാം അല്ലേ? തീർച്ചയായും. ഈ നൂബിന് ഇപ്പം നിലവിൽ കേരളക്കരയിൽ എവിടെ ചെന്നാലും നൂബിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, പ്രതീഷ് മേനോൻ എന്നാണ്. ശരിക്കും എൻ്റെ ചോദ്യം ഇതാണ്, പ്രതീഷ് മേനോൻ എന്നുള്ള പേരാണോ അതോ നൂബിൻ എന്നുള്ള പേരാണോ ഇഷ്ടം? ആദ്യമായിട്ട് തന്നെ എന്നിപ്പോൾ ആദ്യമായിട്ട് ആൾക്കാർ ശരിക്കും തിരിച്ചറിയാൻ തുടങ്ങിയത് പ്രതീഷ് മേനോൻ എന്നുള്ളൊരു പേര് വെച്ചിട്ടാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറെ അവർ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ക്യാരക്ടറാണ്. ഇനി ഭാവിയിലാണെങ്കിലും നമ്മൾ വേറെ ഇഷ്ടം പോലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ സ്വന്തം പേരിലായിട്ട് അറിയപ്പെടുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇതും നമ്മൾ അത്രയും അമ്മയെ സ്നേഹിക്കുന്നതും വീട്ടുകാരോട് അത്രയും സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറായ കാരണമാണ് ആൾക്കാർ കൂടുതലും നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പേര് തന്നെ ഇങ്ങനെ തുടർന്ന് നൂബിൻ എന്ന പേര് തന്നെയാണ് അറിയാൻ ആഗ്രഹം അല്ലേ? തീർച്ചയായും. എന്തായാലും അതൊരു ബ്രേക്ക് തന്നെയാണ് പ്രതീഷ് മേനോൻ എന്നുള്ളത് അല്ലേ? നൂബിന് ഏത് സമയത്താണ് ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു വരുന്നത്? ചെറുപ്പം മുതൽ കലാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു? രാജേട്ട സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ പ്രത്യേകിച്ച് ഞാനങ്ങനെ കലാപരമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മോഡലിങ്ങിലാണ്. നമ്മൾ ആർട്ട് ഷൂട്ട് മോഡലിങ്ങൊക്കെ ചെയ്യുക. ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോരോ ജസ്റ്റ് വർക്കുകളൊക്കെ വന്നപ്പം ഒരു സീരിയലിൽ എനിക്ക് ആദ്യം പണ്ട് സൂര്യയിൽ ഒരു കുഞ്ഞു വേഷം കിട്ടി. അപ്പം നമ്മളവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഭയങ്കര പാടായിരുന്നു. പിന്നെയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതും കൂടി നോക്കാന്നുള്ള ഇതിൽ വന്നപ്പോഴാണ് ആദ്യമേ കേരളത്തിൽ അത് കഴിഞ്ഞ് സ്വാതിനക്ഷത്രം ചോദ്യം എന്ന് പറഞ്ഞൊരു സീരിയൽ കിട്ടി. അപ്പം അത് ചെയ്തു. അപ്പം അതിലൂടെയാണ് നമ്മളിങ്ങനെ തുടർന്ന് ഇങ്ങനെ വന്നത്, മുന്നോട്ട് പോയത്. വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസം ഞാൻ +2 വരെ പഠിച്ചത് NRCG സ്കൂളിലായിരുന്നു, നമ്മുടെ ഇടുക്കിയിൽ ഇവിടെ തന്നെ രാജക്കാടത്തോടെ. പിന്നെ അതിനുശേഷം ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. പാലക്കാട് യുവക്ഷേത്ര എന്ന് പറഞ്ഞ കോളേജ്, പാലക്കാട്. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ആയിട്ട് LLB ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിലല്ലേ? അപ്പോൾ അത് ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത് തുംകൂർ അല്ലേ? ഓ ശരി. ഇപ്പോൾ ഈ സ്വാതി നക്ഷത്രം ചോദ്യം എന്ന് പറയുന്ന ഒരു സീരിയലാണ് യഥാർത്ഥത്തിൽ നൂബിനൊരു ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ നിലവിൽ അന്ന് ആ ഒരു സമയത്ത് ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ആ കഥാപാത്രം ഒരു ബ്രേക്ക് തന്നുകൊണ്ടാണോ ഇനിയിപ്പോൾ സീരിയലിൽ തന്നെ അങ്ങോട്ട് തുടരാം എന്നുള്ളൊരു ചിന്ത അടിയുറച്ചത്? അതെന്താന്ന് വെച്ചാൽ ആ വർക്കിന് പോയപ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ സാറിനെ എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്. എന്നെ പഠിപ്പിച്ച സാറുണ്ട്, ഷൈനു എന്ന് പറഞ്ഞ സാറിൻ്റെ സ്വന്തം അനിയനാണ് അതിലെ ഡയറക്ടർ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് നമുക്ക് അതിന് നല്ല സപ്പോർട്ട് തരികയും അങ്ങനെ എല്ലാം ചെയ്തു. പിന്നെയാണ് നമുക്ക് ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ നിൽക്കാമെന്ന് തന്നെ ഉറപ്പിച്ച് നിന്നത്. ശരി. എന്തായാലും ഈ പ്രതീഷ് മേനോൻ എന്ന് പറയുന്നൊരു കഥാപാത്രം അമ്മയെ എത്രയേറെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമ്മ, ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഈ നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രങ്ങൾക്കിടയിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പ്രതീഷ് മേനോൻ കുടുംബവിളക്കിൽ വരുന്നത്. ജീവിതത്തിൽ അമ്മയെയാണോ അച്ഛനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജീവിതത്തിൽ അങ്ങനെ പറയാൻ രണ്ടുപേരെ. അതെ, കാരണം ഇപ്പം ഞാൻ വീട്ടിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും രണ്ടുപേരും വേണ്ടാന്ന് പറയത്തുള്ളൂ. പണ്ട് മുതൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ രണ്ടുപേരും സപ്പോർട്ടാണ്. പിന്നെ സീരിയലിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ അച്ഛനെ ഇഷ്ടമാണ്. പക്ഷേ പുള്ളിക്കാരൻ ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് പുള്ളി അച്ഛനോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നത്. രണ്ടുപേരോടും രണ്ട് അച്ഛനും അമ്മയും ഒരേപോലെ രണ്ട് സൈഡ് നോക്കിയാലല്ലേ, ഇടത് കൈയാണോ വലത് കൈയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെ അല്ലേ?
ഇനി തികച്ചും പേഴ്സണലായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നൂബിനെക്കുറിച്ച് കുറേ യൂട്യൂബേഴ്സൊക്കെ ഇട്ടിരിക്കുന്ന കുറേ വീഡിയോസിൽ പ്രതിപാദിച്ചൊരു കാര്യമുണ്ട്. 4 വർഷമായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് നൂബിന് പ്രണയത്തിലാണ്. നൂബിൻ തന്നെ തുറന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഉടനെ വിവാഹം ഉണ്ടാവുമോ? ഉടനെ വിവാഹം ഉണ്ടാവില്ല, 1 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഉള്ളൂ. ആളാരാന്ന് മാരേജിക്കൊക്കെ തൊട്ട് മുമ്പേ പറയുള്ളൂ. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും അതിന് ഒരു അഡ്വാൻസ് ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ നൂബിനെ സംബന്ധിച്ച് നൂബിന് ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളെ കാത്ത് സംരക്ഷിക്കുന്ന, ഇപ്പോൾ ചെറുപ്പം തൊട്ടുള്ള സൗഹൃദങ്ങൾ കൂടെ കൊണ്ടു കിടക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ടോ? തീർച്ചയായും. കാരണം നമുക്ക് ഫ്രണ്ട്സാണല്ലോ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. അതെ അതെ. അപ്പോൾ വീട്ടുകാർക്ക് പോലും നമ്മളോട് നിൽക്കാൻ പറ്റില്ലാത്ത പല സാഹചര്യങ്ങളും കൂട്ടുകാരായിരിക്കും ഉറപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം നാട്ടിലുള്ള ആൾക്കാരാണേലും നമ്മുടെ ഷൂട്ടിങ്ങിനാണേലും ഇപ്പം ഞാൻ പറയും, ഒരു പുതിയ വർക്കാണെങ്കിൽ പോലും അപ്പം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ച് പറയും, അതെയാ നീ ഫ്രീ ആണെങ്കിൽ നീ പോയി ചെയ്യ്. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. തീർച്ചയായും നമുക്കങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉറപ്പായിട്ടും വേണമല്ലോ. വേണം. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് നമ്മളെപ്പോഴും പിടിച്ചു നിർത്തുന്നത്, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ മോഡൽ രംഗത്തിലൂടെയാണ് നൂബിന് ശരിക്കും ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മോഡലിംഗ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് പലർക്കും അറിയില്ല ഏതൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാമോ? ഞാൻ ആപ്പാട് ഒരു ഷോർട്ട് ഫിലിമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേര് സൈലന്റ് ലേക്ക് എന്നാണ്. അത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ബിരു, പുള്ളിയാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ ആൽബം ഞാൻ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ശരി. ഇപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? എനിക്കിപ്പോൾ ഓൾറെഡി സീരിയൽ 3 വന്നായിരുന്നു. അപ്പം പക്ഷെ നമുക്കിപ്പോൾ ഏഷ്യാനെറ്റിലും ഇങ്ങനെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുമ്പം വേറെ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് തമിഴ് ഒരെണ്ണം വന്നു. അപ്പോഴാണ് ഈ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ വന്നിട്ട്. പിന്നെ ഞാൻ മൂവിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മൂവിയിലേക്ക് അങ്ങനെ ഒത്തിരി പേരെ പരിചയമില്ല. വന്നു, പക്ഷെ അതെല്ലാം ഇങ്ങനെ ചെറിയ പടങ്ങളാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടറിൻ്റെ കൂടി ഒരു ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും, നല്ല മോഹൻലാൽ, മമ്മൂട്ടി അവരുടെയൊക്കെ പടത്തിൽ 1 മിനിറ്റ് ആണെങ്കിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ആ ഒരു ആഗ്രഹം പൂർത്തീകരണമാകട്ടെ, നമുക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വേറെ ചോദ്യം, നൂബിനെ സംബന്ധിച്ച് നൂബിൻ ഭയങ്കര ഒരു നല്ലൊരു ഗ്ലാമർ താരമാണ്, നല്ലൊരു സൗന്ദര്യത്തിന് ഉടമയാണ്. എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം നിലനിർത്തുന്നത്? ഈ സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് ആരാധകർ ഉണ്ടോ താങ്കൾക്ക്? നമ്മളെല്ലാവരെയും നല്ലപോലെ ചിരിച്ച് കാണിച്ചാൽ മതി. നമ്മൾ ഒരാളുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെട്ടും ഭയങ്കര അഹങ്കാരത്തോടുകൂടി മിണ്ടിക്കഴിഞ്ഞാൽ അവരൊരിക്കലും നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയത്തില്ല. അതൊരു വലിയൊരു സന്ദേശം തന്നെയാണ്. നമ്മൾ ഇപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിലും ഭയങ്കര ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്താ പറയണേ, അവൻ ഭയങ്കര അഹങ്കാരിയാണ്. നമ്മളിങ്ങനെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ അങ്ങനെയല്ലേ പറയുള്ളൂ. അതെ. ഇപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ തുടങ്ങി ഇത്രയും നാളത്തെ അഭിനയ ജീവിതത്തിൽ മറക്കാനാവാത്ത രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയാമോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത സ്വാതി നക്ഷത്രം ചോദ്യം എന്ന് പറഞ്ഞ സീരിയലിലായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന മരിച്ചു പോകുന്നൊരു സീനുണ്ട്. അപ്പം അത്രയും നാൾ ഞാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കഷ്ടമുട്ടി അവരെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ടേക്ക് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് അമ്മ മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിട്ടൊരു സീനുണ്ട്. ആ സീൻ ചെയ്തപ്പോഴത്തേക്കും എല്ലാവരെയും കൈയടിച്ചു. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തിട്ട് കൈയടിക്കുന്നത്. അത്രയും നാളെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഒന്നുമില്ല. ആൾക്കാർ സാറൊക്കെ നീ എന്താണ് ചെയ്യുന്നത്, എനിക്കിത് ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നു എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. ഇത് എല്ലാവരും കൈയടിച്ചു. അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് കൈയടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഇവിടെ നിന്ന് അഭിനയ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുകളിലായിട്ടുണ്ടാവും അല്ലേ? എറണാകുളമായി തിരുവനന്തപുരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നു. ശരിക്കും പുറം നാടാണോ അതോ നമ്മുടെ സ്വന്തം നാടാണോ ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിന് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെയൊക്കെ ഞാൻ ഷൂട്ടിന് വേണ്ടി നമ്മൾ ഓഡീഷനൊക്കെ പോകുമ്പോൾ, അതുപോലെ കോളേജിലൊക്കെ പോകുമ്പോൾ എവിടെ നിന്നാന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇങ്ങനെ ഇടുക്കിയിലാണ്, രാജക്കാട് നിന്നാന്ന് പറയും. അപ്പോൾ അവിടെ പറയുന്ന ആൾക്കാർ പറയും നിങ്ങളുടെ നാട്ടിൽ വണ്ടിയുണ്ടോ, നിങ്ങളിങ്ങനെ വള്ളിയൊക്കെ തൂങ്ങിയാണോ വരണേന്നൊക്കെ ചോദിച്ച് നമ്മളെ സ്ഥിരം കളിയാക്കുമായിരുന്നു. അപ്പം എനിക്കിപ്പോൾ ഇവിടുന്ന് പോകുന്ന കിടന്നിട്ട് എന്താന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ട്രിവാൻഡ്രം പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം നീലിമംഗല കാടെത്തുമ്പോഴത്തേക്കും ഒരു നല്ലൊരു തണുപ്പും വേറെ ഒരു മണവും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഉറപ്പായി ഞാൻ എവിടെയൊക്കെ പോയാലും നമ്മുടെ നാട് വിട്ടിട്ട് വേറെ
ഒന്നുമില്ല. കാരണം അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ഒരു കുറച്ച് നാൾ ഗൾഫിൽ ഞാൻ ജോലി ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വീണ്ടും സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കാനായിട്ടാണ്. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് ജീവിക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിന് വേണ്ടിയാണ് അവിടെ നിന്ന് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. എന്തുകൊണ്ടും നമ്മുടെ നാട് തന്നെയാണ് സൂപ്പർ. നമ്മുടെ നാട് തന്നെയാണ് സൂപ്പർ. അതെ. ഇപ്പോൾ ഈ നൂബിന് ഇപ്പോൾ ഈ അഭിനയ മേഖലയിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷൻ വരെ എത്താൻ വേണ്ടിയിട്ട് ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും നല്ല സ്ട്രഗിൾ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഒരു പുതിയൊരു ഷൂട്ട് വരിക, അപ്പോൾ അത് മിക്കവാറും അത് ട്രിവാൻഡ്രത്തായിരിക്കും, എറണാകുളത്തായിരിക്കും. അപ്പം അവരെയൊക്കെ സംബന്ധിച്ചോളം നമ്മളൊരു പുതിയൊരാളാണ്. ഇപ്പം എന്നോട് അവർക്ക് ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് വെച്ച് നീ നാളെ മറ്റന്നാൾ വരണം അങ്ങനെയൊന്നും അവർ പറയില്ല. അവരെ സംബന്ധിച്ചോളം അവർ ചിലപ്പോൾ തലേന്നായിരിക്കും പറയുന്നത്, നീ നാളെ രാവിലെ എത്തണം. അപ്പം നമുക്ക് ഇവിടുന്ന് അവിടം വരെ എത്താനുള്ള ഒരു ട്രാവലിംഗിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ അന്ന് ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും നമ്മൾ വരൂ എന്നുള്ളൊരു കാര്യം അവരോട് ഉറപ്പ് പറയണം. പിന്നെ അത് എന്ത് സഹിച്ചിട്ടാണേലും നമ്മൾ അവിടെ എത്തിയിരിക്കണം. അല്ലാതെ നമ്മൾ ഇത്രയും നമുക്ക് ഇനി ഇവിടുന്ന് അവിടം വരെ ചെല്ലണമല്ലോ, അത് കാരണം നമ്മൾ അടുത്ത ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് നോക്കിയിട്ട് പോകാം അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് നമ്മൾ അങ്ങനെ പറ്റില്ല. അത് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തും കാണിച്ചിട്ടാണേലും ഉറങ്ങിയില്ലെങ്കിലും എന്ത് കാണിച്ചിട്ടാണേലും നമ്മളവിടെ എത്തണം, ചെന്നിരിക്കണം. അത് ചിലപ്പോൾ ആദ്യത്തെ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും കുറേ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. അതിലൊക്കെ കുറേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കിട്ടത്തുള്ളൂ. അപ്പം ഒരു തവണ പോയി കിട്ടിയില്ല, 2 തവണ പോയി കിട്ടിയില്ല. അപ്പം എങ്കിലും നമ്മൾ വീണ്ടും അതിനോട് പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ ഉറപ്പായിട്ടും കിട്ടത്തുള്ളൂ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഈ ഒരു മേഖലയിൽ സിനിമ സീരിയൽ മേഖലയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് നൂബിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഏത് മേഖലയിലാണേലും നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു സൗഹൃദം അത് നമ്മൾ കീപ്പ് ചെയ്യണം. എങ്കിൽ തന്നെ നമുക്ക് അതിലൊരു മെച്ചം ഉണ്ടാവും. ഇപ്പോൾ ഒരാളെ നമ്മൾ വിഷ്വൽ മേഖലയിലാണ് നമുക്ക് അതിനോടാണ് താല്പര്യമെങ്കിൽ നമ്മൾ അതിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളതിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. മിന്നും താരം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നൂബിന് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് തന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ മുതൽ നമുക്ക് പരിചയമുള്ള ആളാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനൊക്കെ ഇങ്ങനെ നമുക്കൊരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ അതിലെനിക്ക് വന്നിങ്ങനെ നമ്മൾ ഒരു അതിഥിയായിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളായിരുന്നു കലാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം ഇപ്പം ഇവിടുന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇനിയും ഇഷ്ടം ഈ നമ്മുടെ ഇടുക്കി തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇടുക്കി എന്നല്ല നമ്മുടെ രാജക്കാരിൽ എന്തോരം പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വളർന്നു വന്ന് അതിൻ്റെ നല്ലൊരു ഇതിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം വളരെ നന്ദി. എന്തായാലും ഈ നൂബിന് ഇനിയിപ്പോൾ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എന്ന സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായി മാറാൻ നായക പദവിയിലേക്കൊക്കെ എത്തട്ടെ എന്ന് മിന്നുതാരത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.